അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമനാണ്. നമ്മുടെ വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തം കണ്ട കുഞ്ഞു മക്കളാണിത്. ഇവര് വീഡിയോയിൽ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയായിരുന്നു. ഒന്ന് റിസ്വാന് 2ാം ക്ലാസ്സുകാരനും അമ്രീന് 5ാം ക്ലാസ്സുകാരിയാണ്. അവർ എന്നെ വിളിച്ചുകൊണ്ട് ആദ്യം അവരെ ഉപ്പാന്റെ വാട്സപ്പ് വോയിസിൽ ഇട്ടുകൊണ്ട്, മാനുക്ക നിങ്ങൾ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കേണ്ടതാണ്, കാരണം അവിടെ അപകടത്തിൽപ്പെട്ട ആ കുടുംബങ്ങൾക്കൊക്കെ വീട് വെച്ച് കൊടുക്കേണ്ടതായിരുന്നു. ഞാനും കുറെ പൈസ സ്വരൂപിച്ചിട്ടുണ്ട്, അത് അതിലേക്ക് കൊണ്ടുപോകണം, എവിടേക്കാണ് എത്തിച്ചേരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ റിസ്വാനെ തെരഞ്ഞു വന്നാണ് ഞങ്ങൾ അവന്റെ വീട്ടിൽ. അല്ലേ, എന്താ പേര്? റിസ്വാൻ തന്നെ അല്ലേ? എന്താ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കാശ്? ഇത് എത്ര കാലമായി സ്വരൂപിക്കൽ തുടങ്ങിയിട്ട്? 3 കൊല്ലായി. അപ്പൊ ഇത് എന്തിനു വേണ്ടിട്ട് സ്വരൂപിച്ചത്? ഇത് ഉംറക്കോവാനായിരുന്നേ. അപ്പൊ വീഡിയോ കണ്ടപ്പോ പാവം തോന്നിയപ്പോ അത് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ ചൂരൽമലയിലുണ്ടായ വയനാട്ടിലുണ്ടായ അപകടം കണ്ടപ്പോ കൊടുക്കാൻ തോന്നി അല്ലേ? അപ്പൊ ഇത് അപ്പൊ ഇനി ഉംറക്ക് പോണ്ടേ? അതെങ്ങനെ പൈസ വേണ്ടേ? അല്ല എങ്ങനെങ്കിലും വഴി തരും. അല്ല എങ്ങനെയും വഴി തരും അല്ലേ? മാഷാ അല്ലാഹ്. അപ്പൊ എന്റെ കുട്ടി പറഞ്ഞ വാക്കുണ്ടല്ലോ, അതായത് അല്ല എന്തേലും വഴി തരും, ഇനി അവനക്ക് ഉംറക്ക് പോകാനെന്നാ പറയണ്ടത്. അപ്പൊ ഈ കാശ് മനുക്ക എന്റെ വീട്ടിൽ ഞാൻ ഉണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുന്നേരാ, എവിടേക്ക് എത്തിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ വല്ലാത്ത മനസ്സിൽ സങ്കടം തോന്നിയപ്പോ വന്നതാ ഞാൻ റിസ്വാന്റെ വീട്ടിക്ക്. നമ്മുടെ ചൂരൽമലയിൽ അപകടത്തിൽപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ നമ്മോട് വിട പറഞ്ഞു. ഒരുപാട് കുടുംബങ്ങൾ അതായത് ചികിത്സയിലും ക്യാമ്പിലൊക്കെയാണ്. അവർക്ക് വീട് എന്ന സ്വപ്നം, എല്ലാ വീടും സ്ഥലവും സൗകര്യങ്ങളൊക്കെ പോയി, കൂടപ്പറപ്പുകൾ പോയി, അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവരൊക്കെ. അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കൽ നമ്മളെ കടമ. അവര് തളർന്നു കിടക്കുമ്പോൾ താങ്ങാവേണ്ട കടമ നമുക്ക്. അപ്പൊ ഇന്ന് നമ്മൾ 5 കോടി കൊടുത്ത അതിനെക്കാട്ടി പ്രതിഫലം അല്ലെങ്കിൽ അതിനെക്കാട്ടി മനസ്സാണ് നമ്മുടെ റിസ്വാന്റെ മനസ്സ്. അവൻ ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വരൂപിച്ച പൈസ, അവന്റെ അതായത് ചൂരൽമലയിലുണ്ടായ അപകടം കണ്ടപ്പോ, ആ വീഡിയോയിൽ കണ്ടപ്പോ അവന്റെ ഉപ്പാക്ക് വിളിച്ചിട്ട് ഈ പൈസ നിങ്ങൾ നിർബന്ധമായിട്ടും ആ വീടുണ്ടാക്കണോ കാര്യങ്ങളിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ റിസ്വാനെ? എത്രാം ക്ലാസ്സിലെ എന്റെ കുട്ടി? 2ാം ക്ലാസ്സില്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമോ? അപ്പൊ നമ്മുടെ ചൂരൽമലയിൽ നിന്ന് മരിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടി പ്രാർത്ഥിക്കുക. പഠിച്ചവർക്ക് സ്വർഗീയ ജീവിതം കൊടുക്കട്ടെ. അപകടത്തിൽപ്പെട്ടവർക്കൊക്കെ നമുക്ക് സംരക്ഷണം കൊടുക്കണം അല്ലേ? തളർന്ന് കിടക്കുമ്പോഴല്ലേ നമ്മൾ താങ്ങാവേണ്ടത്. അപ്പൊ എന്റെ കുട്ടിക്ക് എല്ലാ ഐശ്വര്യം പഠിച്ചം തരട്ടെ. ഇത് റിസ്വാന അല്ലേ? അമ്രിക്ക് എന്താ ഇങ്ങനൊക്കെ മനസ്സ് തോന്നാൻ കാരണം? അത് അവര് ഈ മണ്ണിടിച്ചില് വീഴുമ്പോ എനിക്കൊരു വിഷമം വന്നപ്പോ ഞാൻ ഈ പൈസ ഒക്കെ അവർക്ക് വേണ്ടി കൊടുക്കുക. എന്റെ കുട്ടി ആരാവണമെന്ന് ആഗ്രഹം? ഡോക്ടർ ആയാല് പാവപ്പെട്ടവരെ എങ്ങനെ സഹായിക്കും? ഞാന് അവർക്ക് നല്ല ചികിത്സ നൽകി മരുന്നൊക്കെ കൊടുത്ത് നല്ല നല്ല ഡോക്ടറായിട്ട് അവരൊക്കെ സംരക്ഷിക്കും അല്ലേ? അപ്പൊ ആരാവണം നിന്റെ കുട്ടിക്ക്? എന്താ നഴ്സാകാൻ കാരണം? അത് ഇങ്ങനെ നമ്മള് മരുന്നെടുത്ത് സഹായിക്കുമ്പോ എല്ലാവർക്കും ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ പോലെ ജീവിക്കേണ്ട ആൾക്കാരല്ലേ. അല്ല, നമ്മൾ ഈ സഹായിക്കുന്നതില് ജാതിയോ മതമോ ഒക്കെ നോക്കുവോ? ജാതി മതം ഒന്നും നോക്കൂല്ലോ, മനുഷ്യനല്ലേ നമ്മൾ സഹായിക്കുക. അതിന്റെ കുട്ടി പറഞ്ഞ മനൊക്കെ പറഞ്ഞ മനസ്സിലായാ? ഏത് ജീവിയായാലും ഏത് മനുഷ്യനായാലും കായിക്കോട്ടടാ കുഞ്ഞേ. ഇതാണ് പൗരട്ട. ഏത് മനുഷ്യനായാലും ഏത് ജീവിയായാലും നമ്മൾ സംരക്ഷിക്കും എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ മക്കൾ. ഓരോ രക്ഷിതാക്കളും ചിന്തിക്കുക, നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പത്ത് ഇങ്ങനെയുള്ള മക്കളെ സമ്പാദിക്കലാണ്. അവന്റെ കുഞ്ഞു മനസ്സിൽ തന്നെ അവന്റെ ഉമ്മ പറഞ്ഞതും അവന്റെ വല്യമ്മ പറഞ്ഞതും പാവങ്ങളെ സഹായിക്കാൻ. കാരണം ചെറിയൊരു കൊച്ചു വീടാണ് അവര്, അല്ലാതെ വലിയ സമ്പന്നരൊന്നല്ല. ഇതാണ് അവരെ വീട്. മുകളിൽ ചെറിയ ഒരു ഓടുണ്ട്. അതാണ് ഈ കൊച്ചു വീട്ടിലുള്ള വലിയ സമ്പന്നത ഉള്ള വലിയ മനസ്സിന്റെ ഉടമസ്ഥനായ റിസ്വാൻ അല്ലേ? റിസ്വാൻ മനുക്കാന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. ഈ കാശ് നമ്മൾ എന്തിനാ ഉപയോഗിക്കണ്ടത്? നമ്മളെ വയനാട്ടിൽ മണ്ണിടിച്ച് വീണതിന് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് നിർമ്മിക്കാൻ അല്ലേ? അപ്പൊ അത് നമ്മൾ പൊളിച്ചു തന്നാല് അല്ല, പൊളിച്ച് നമ്മൾ തൊണ്ട് പൊളിച്ചിട്ട് ആ പൈസ വയനാട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക. നമ്മൾ പൊളിച്ച് തന്നാലും കുട്ടി പൊളിച്ച് വേഗം പൊളിക്കാം. നോക്കാം എത്ര ഉണ്ടെന്ന്.
നമ്മുടെ നാട്ടിലുള്ള കോടീശ്വരന്മാരൊക്കെ ഒന്ന് ഓർക്കുക. കോടികൾ സമ്പാദിച്ച് ഓടുമ്പോൾ ഒരു സമയത്ത് അവിടെ എവിടെയെങ്കിലും വെച്ച് പടച്ചമ്പരാൻ നിർത്തി നമ്മളെ. അതോടെ ഒരു യാത്ര നമ്മളൊക്കെ എല്ലാവരും പോകുന്ന ഒരു യാത്ര നമുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള മക്കളെ കണ്ടു പഠിച്ച ഇവർക്കൊക്കെ ഈ മനസ്സ് കാണിച്ചു കൊടുത്ത ഇവര് വാപ്പിയമ്മയാണ്. കുറെ സമ്പാദിച്ചു കൂട്ടാനല്ല, ഉള്ളതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചു കൊടുക്കുക. മക്കൾക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ആ ഒരു ഡിഗ്രി കൊടുക്കുക. ഇതാണ് ഈ രക്ഷിതാക്കൾ കാണിച്ചു കൊടുത്ത ഏറ്റവും നല്ല പുണ്യം. അപ്പൊ നമ്മുടെ റിസ്വാന്റെ നിധി കൊടുക്ക ഇവിടെ പൊളിച്ചക്കാണ്. നമ്മുടെ വയനാട്ടില് ചൂരൽമലയിലുണ്ടായ അപകടത്തിൽപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വീട് നിർമ്മാണമായിട്ടും അതിലേക്ക് സഹായിക്കാനാണ് ഉംറയ്ക്ക് പോകാൻ തീരുമാനിച്ച റിസ്വാന്റെ ഈ പണം നൽകുന്നത്. അപ്പൊ നമ്മള് വയനാട്ടിൽ നാളെ ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നത്. ഇനി നാളെ രാവിലെ ഞങ്ങൾ വയനാട്ടിലെത്തും. ഇൻഷാ അല്ലാഹ് പടച്ചോന്റെ വിധി ഉണ്ടെങ്കിൽ കുറച്ച് സ്ഥലം കൂടുതലെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വയനാട്ടിലുള്ള കൽപ്പറ്റ അല്ലെങ്കിൽ വൈത്തിരി ആ ഭാഗത്തൊക്കെ ഉള്ള മനുഷ്യസ്നേഹികളുണ്ടെങ്കിൽ സ്ഥലം സൗജന്യമായിട്ട് നിങ്ങൾ തരാൻ തയ്യാറുണ്ട്. സ്ഥലം സൗജന്യമായിട്ട് തരാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ ഒരുപാട് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരുപാട് നല്ല മനസ്സിന്റെ ഉടമസ്ഥരായ ആളുകൾ വരുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾക്ക് വിളിച്ചുകൊണ്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള 2 വർഷമായിട്ട് രോഗിയായി കിടക്കുന്ന കൃഷ്ണേട്ടൻ വിളിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യമുണ്ട്. മോനുക്ക, എന്റെ അടുത്തൊരു 1,65,000 രൂപ ഉണ്ട്. അത് നിങ്ങൾ നിർമ്മിക്കുന്ന വീടുകളിലേക്ക് എത്തിക്കണം. അതിന് എന്റെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെ എവിടേക്കാണ് എത്തിച്ചേരേണ്ടത്? ഞാൻ ബാങ്ക് കിട്ടേരണോ? അപ്പൊ ആ കൃഷ്ണേട്ടന്റെ വാക്ക്, അങ്ങനെയൊക്കെ കുറെ നല്ല മനസ്സിന്റെ ഉടമസ്ഥര് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞ 67 വയസ്സുള്ള ഒരു ഏട്ടൻ വിളിച്ചുകൊണ്ട്, മാനുക്ക, ഞാനും അതിലേക്ക് ഒരു സഹായം എത്തിക്കണം, നിങ്ങൾ എന്നാ വീട് വർക്ക് തുടങ്ങുന്നത്? അങ്ങനെ ഒരുപാട് കുറ്റ്യാടിയിൽ നിന്ന് അതേമാതിരി നമ്മൾ കൊപ്പത്തു നിന്നൊക്കെ ഓരോ ഇത്താത്താര്, തിരൂര് ഭാഗത്തു നിന്നൊക്കെ ഒരു ഇത്താത്താര് വിളിച്ചിട്ട് ഞങ്ങളെ വക ഓരോ വീടുണ്ട്, ഞങ്ങളെ വക ഒരു വീട് ചെയ്യണം, ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് തണലൊരുക്കണം, അവര് തളർന്നു കിടക്കാണ്, അവർക്ക് വഴിയൊരുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യസ്നേഹികൾ. അപ്പൊ വയനാട്ടില് ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് സ്വത്തുണ്ട്. നമ്മളാരും പോകുമ്പോൾ 1 ഏക്കറേറ്റും 1 സെന്റേറ്റും തിരിച്ചു പോലാന്ന് ഉറപ്പാ. പക്ഷെ ഇങ്ങനെയുള്ള എമർജൻസി ഘട്ടത്തിൽ നമ്മുടെ ചൂരൽമലയിൽ അപകടത്തിൽപ്പെട്ട ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് ഒരുക്കുന്നതിന് സൗജന്യമായിട്ട് സ്ഥലം നൽകാൻ താല്പര്യമുള്ളവർ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ നമ്പറായിട്ട് ബന്ധപ്പെടണം. ഇതിന് മുകളിൽ നമ്പർ കൊടുക്കുന്നതാണ്. കാരണം നമുക്ക് വീട് ഒരുക്കി തരാൻ ഒരുപാട് നല്ല മനുഷ്യർ രംഗത്തുണ്ട്. അവരൊക്കെ അവരധ്വാനിച്ച സമ്പത്തുനിന്ന് ഈ നമ്മുടെ വയനാട്ടിൽ ദുരന്തം അനുഭവിച്ച കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചാൻ അവരൊക്കെ തയ്യാറാണ്. അപ്പം നമുക്ക് സ്ഥലം ഞങ്ങൾ നാളെ പോയിട്ട് അവിടെ നോക്കുന്നുണ്ട്. 50 സെന്റ് സ്ഥലം 60 സെന്റ് സ്ഥലം പോലെ എൻ്റെ അടുത്ത് ഇപ്പോൾ അവിടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ ഏതായാലും വീട് നിർമ്മിക്കാൻ